സജി നന്ദ്യാട്ട് നിർമ്മാതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ഈ വിധി വന്നതിന് ശേഷം ദിലീപ് പറഞ്ഞത് എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്നുള്ളതാണ്. ആ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു, വിധി എങ്ങനെ കാണുന്നു? കേൾക്കാമോ ശ്രീ സജി നന്ദ്യാട്ട്? കേൾക്കാമോ? പറഞ്ഞോളൂ. ഹലോ. അതെ, നിങ്ങളുടെയൊക്കെ സോക്കടക്ക് തീർന്നല്ലോ. നിങ്ങളൊക്കെ എന്നായിരുന്നു നിങ്ങളുടെ അഭിലാഷിന്റെ പാവാടയൊക്കെ അവിടെ പോയി? അഭിലാഷ് ഉണ്ടോ അവിടെ? മനസ്സിലായില്ല. സജി നന്ദ്യാട്ടെ വിചാരണ കോടതിക്ക് മുകളിലും കോടതികളൊക്കെ ഉണ്ട് കേട്ടോ. മീഡിയ മണ്ണി ഇരുന്നുകൊണ്ട് ഉണ്ട്. അതിന് തെളിവ് കൊടുക്കണം അഭിലാഷേ. ഇവിടെ കുറെ കള്ളക്കഥ പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് കൊടുക്കണം. അല്ല, അപ്പോ 6 പേരെ ശിക്ഷിച്ചതോ? 6 പേരെ ശിക്ഷിച്ചു എന്നുള്ള കാര്യമെങ്കിലും അംഗീകരിക്കോ? നീ ഇങ്ങനെ സജി നന്ദ്യാട്ട് വാദിച്ച് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വാദിക്കോന്ന് അറിയില്ല. പിന്നെ നിങ്ങളെല്ലാം കുറെ എന്നെ ഉണ്ടാക്കിയതല്ലേ? കുറെ നിങ്ങൾ വേട്ടയാടിയല്ലോ, ദിലീപിനോടൊപ്പം എന്നെ വേട്ടയാടിയല്ലോ. നിങ്ങൾ കോടതി വിധി പറയട്ടെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇമാതിരി കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്ന ആരും പരിഹാസം കേൾക്കും. അതിപ്പോ സ്വന്തം കയ്യിലിരിപ്പുകൊണ്ടാണ് സജി നന്ദ്യാട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണല്ലേ അഭിലാഷേ? ഇത് ഒരു ഡയറക്ടർ പറഞ്ഞുതരാം. ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, കേക്ക്. കേരളത്തിൽ ദിലീപ് നിരപരാധിയാണ് ആദ്യം ഞാൻ വന്ന് പറഞ്ഞല്ലോ. അതിനെന്താ കാരണം? സിനിമയ്ക്കകത്തുനിന്ന് വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങളെല്ലാം എന്നെ വേട്ടയാടി. മാധ്യമങ്ങൾ, പൊതുസമൂഹം, അവർക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കും പൊതുസമൂഹം. ഇവരെല്ലാവരും എന്നെ വേട്ടയാടി, നിങ്ങളത് കൂട്ടുനിന്നു. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ആര് വേട്ടയാടി, എന്തിനെ വേട്ടയാടി, എങ്ങനെ വേട്ടയാടി. താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണോ വേട്ടയാടി? നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ദിലീപിനെ വേട്ടപ്പട്ടിയെ പോലെ വേട്ടയാടി. എങ്ങനെ വേട്ടയാടി? പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിവായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായി ആരായാലും ചോദിക്കും. മാധ്യമങ്ങളാണ് കേരളത്തിന്റെ ശാപം. ഈ മാധ്യമങ്ങൾക്ക് വെളിയിൽ വരുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ശ്രീ സജി നന്ദ്യാട്ട്, മാധ്യമങ്ങളെ കൂടി പർച്ചേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കേരളത്തിൽ നല്ല സുഖമായിരുന്നു ക്രിമിനലുകൾക്കൊക്കെ. അത് പറ്റാത്തതുകൊണ്ടാണല്ലോ പൈസയുള്ള ആളുകൾക്ക് പലതും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോ മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്യാൻ കിട്ടിയില്ല, വലിയ ബുദ്ധിമുട്ടായി പോയി അല്ലേ? അല്ല ശ്രീ സജി നന്ദ്യാട്ട്, ഇപ്പോ ഈ കേസിൽ 8ാം പ്രതിയെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ. അല്ല, കേരളത്തിലെ പോലീസ് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോ ദിലീപിനെ അറസ്റ്റ് ചെയ്യാം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോയതല്ലോ. ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികളും തെളിവുകളും കിട്ടിയതിന്റെ പേരിലെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ അല്ല, ഒരു നിമിഷം ശ്രീ സജി നന്ദ്യാട്ട്, അങ്ങ് ആദ്യം മുതൽ തന്നെ പ്രക്ഷുബ്ധനാണ്. അങ്ങ് പറഞ്ഞു ഈ കേസിൽ ഞാൻ ആദ്യം വന്ന് പറഞ്ഞു ദിലീപ് നിരപരാധിയാണ് എന്ന്. അങ്ങേക്ക് അങ്ങനെ പറയാൻ കഴിയുന്ന, അങ്ങനെ സാധൂകരിക്കാൻ കഴിയുന്ന എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? ഒരു കേസിൽ കുറ്റാരോപിതനായ ഒരാൾ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ ആ ആരോപണം മുന്നോട്ട് വെച്ചയാൾ അപരാധിയാണെന്ന വിധിയെഴുത്ത് കൂടി ഉണ്ടാവുകയാണ്. അത് ഏകപക്ഷീയമായി കേൾക്കാൻ കഴിയുമോ? അല്ല, അങ്ങ് സംസാരിക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ? ഫ്രെയിം ചെയ്ത് വെച്ചു. ഒരു സംവിധായകനും 3 നടിമാരും 2 പോലീസ് ഓഫീസറോടെ ആ പോലീസ് ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞത്. ഈ കേരളത്തിലെ നമ്മൾ നൽകുന്ന നികുതി, കോടാനുകോടി നികുതി ഇതിനുവേണ്ടി ചെലവഴിച്ചു. ഈ കള്ളക്കേസ് ഉണ്ടാക്കി 8.5 വർഷം ഒരു നടന്റെ ജീവനം കളഞ്ഞു. അവരുടെ കുടുംബം അങ്ങനെ ഒരു ഗൂഢാലോചനയെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് ആരൊക്കെ എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു പരാതി കൊടുത്തൂടെ സജി നന്ദ്യാട്ടെ? എന്തൊരു നല്ല ഞാനങ്ങോട്ട് പരാതി കൊടുക്കേണ്ട താമസമുള്ളൂ. ഇവരങ്ങോട്ട് അവരെ നിയമത്തിൽ വിശ്വാസമില്ലേ? പോലീസുകാരും നടന്മാരോ നടിമാരോ ആരൊക്കെയോ കൂടി ഗൂഢാലോചന നടത്തുമെങ്കിൽ താങ്കൾക്ക് അതേക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നേ. അതിലൊരു കംപ്ലൈന്റ് കൊടുക്കാത്ത എന്താ? അയ്യോ കംപ്ലൈന്റ് അങ്ങോട്ട് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. ഇങ്ങോട്ട് ഒലത്തി തരും. സുഹൃത്തെ കേക്ക്, അഭിലാഷ് കേക്കൂ. ഇവരുടെയൊക്കെ സാമ്പത്തിക നില പരിശോധിക്കണം. കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് ഈ ഫ്രെയിം ചെയ്ത ഈ കേസ്. ജീവിപ്പിക്കത്തില്ല. ഞാൻ അന്ന് പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. പിന്നെ നിങ്ങളങ്ങോട്ട് പേര് പറഞ്ഞാൽ നിങ്ങളെ ആക്കണ്ട. ഞാൻ പേര് പറഞ്ഞിട്ടെ നിങ്ങൾക്ക് പേര് പറഞ്ഞ് പരാതി കൊടുക്കണമെന്ന് ആരെങ്കിലും ഗൂഢാലോചന കഴിഞ്ഞ 8 വർഷക്കാലവും ഈ നിലയ്ക്കല്ല ചർച്ചകൾ പോയത്. അല്ലല്ല, ഈ നിലയ്ക്കല്ല, പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. ഇതിപ്പോ ഈ അമിതാഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ കേരളത്തിൽ ജനങ്ങൾ കേൾക്കുന്ന ഒരു ചർച്ചയാണ് എന്ന നിലയ്ക്ക് അത് പരിഗണിക്കൂ. ഈ കഴിഞ്ഞ 8 വർഷവും ഈ നിലയ്ക്കല്ലല്ലോ ചർച്ചകൾ പോയത്. കേരളത്തിലെ നിയമ സംവിധാനത്തിന് കീഴിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഏകപക്ഷീയമായി കുറ്റവാളിയല്ല എന്നങ്ങ് പറയുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? ഏത് കേസിൽ ചോദിക്കണേ?
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ദിലീപ് കുറ്റവാളിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇന്ന് രാവിലെ ഒരു എപ്പിസോഡുകൾ ചെയ്തല്ലോ നിങ്ങൾ ചാനലുകളെല്ലാം. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എത്ര സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു? ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി, ദിലീപിന്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പുറത്തേക്ക് വന്ന ഓഡിയോ ക്ലിപ്പുകളുണ്ട്. അതിനുശേഷം ഈ വീഡിയോ ക്ലിപ്പിന്റെ ഹാഷ് വാല്യൂ മാറിയ കോടതിക്കകത്ത് നിന്ന് പ്രൂഫ് ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ട്. ഒരു കേസിൽ ശ്രീ സജി നന്ദിയാട്ടിന് ഓർമ്മയുണ്ടെങ്കിൽ പറയൂ, ഒരു കേസിലെ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ആ കേസിലെ വാദിഭാഗം സുപ്രീം കോടതി വരെ പോയ ചരിത്രം വേറെ ഏതെങ്കിലും കേസിനുണ്ട്? ഞാൻ അക്കാഡമിക് ഇൻട്രസ്റ്റിന് ചോദിക്കുക, ഞാൻ താങ്കളോട് തർക്കിക്കാനല്ല. വാദിഭാഗം ഒരു കേസിലെ വിചാരണ ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയ മറ്റൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ എത്ര കാര്യങ്ങൾ? അപ്പൊ സുപ്രീം കോടതി എന്നാ പറഞ്ഞേ? അല്ല, സുപ്രീം കോടതി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അയ്യോ അയ്യോ അയ്യോ, ആർക്കും കോടതി കേസ് കൊടുക്കാം സാർ. ഹലോ, എന്നിട്ട് താങ്കൾ കൊടുക്കുന്നില്ലല്ലോ. ആദ്യം മനസ്സിലാക്കി, ഇരുട്ടുകൊണ്ട് ഓട്ടം എടുത്തിട്ട് കാര്യമില്ല. ഒരു തെളിവ്, ഒരു കുഞ്ഞു തെളിവ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലോ ഈ പൾസസുനിയും ദിലീപും തമ്മിലാണല്ലോ പ്രശ്നം. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ ദിലീപ് പ്രതിയാകുന്നേ. പൾസസുനിക്ക് പൈസ കൊടുത്തതിന്റെ ഒരു രേഖ ഹാജരാക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? ഈ പ്രോസിക്യൂട്ടർ ഞങ്ങൾക്കല്ല, പോലീസിനും പ്രോസിക്യൂഷനും. ബാലേന്ദ്രമാർക്ക് പിന്നത്തെ എപ്പിസോഡാ സാർ. ആണല്ലേ? നിങ്ങളെല്ലാം കൂടി ആണല്ലോ കൈയടിച്ചോണ്ടിരുന്നത്. അടുത്ത ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം. ഈ പൾസസുനിയും ദിലീപും തമ്മിൽ പരിചയമുണ്ടെന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക്, പോലീസിന്? കാരണം എന്താ? ഇത് കള്ളക്കേസ്. ഇത് അയാളെ തീർക്കാൻ വേണ്ടി ഫ്രെയിം ചെയ്ത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചനയായിരുന്നു, ഈ നടിക്കെതിരെയുള്ള ഗൂഢാലോചനയായിരുന്നു. ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന വാദകം വീണ്ടും പറയാം. ഞാൻ അന്നും ഇന്നും പറഞ്ഞ വാദകം, നടിക്കെതിരെ ഗൂഢാലോചന, ദിലീപിനെതിരെ ഗൂഢാലോചന. അല്ല, ഇത്രയൊക്കെ അറിയുന്ന സജി നന്ദിയാട്ട് ആര് ഗൂഢാലോചന നടത്തി എന്നൊരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കാത്തതെന്താ? ഒരു ഡയറക്ടറും 2-3 നടിമാരും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ? ഒരു ഡയറക്ടറും 2-3 നടിമാരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? താങ്കളുടെ വെള്ള പേപ്പറിൽ എഴുതിത്താ പോലീസിന് കൊടുക്ക്. ഉണ്ടെന്നേ, അതൊക്കെ പറയാന്നേ. എന്തേ ഒരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല? അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ ഈ ചാനലിലല്ല ഇത് പറഞ്ഞല്ലോ, 8.5 വർഷമായി. താങ്കൾ അങ്ങോട്ട് എഴുതി കൊടുക്കണത് എനിക്കറിയാം, എന്റെ നോളജിലുള്ള കാര്യമാണ്. അല്ല, ബാലചന്ദ്രകുമാർ അങ്ങനെ ഈ കേസിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്ന ഒരാളാണല്ലോ. തനിക്കറിയാവുന്ന തെളിവുകൾ ഇന്നതാണ് എന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് വന്നതാണല്ലോ. സജി നന്ദിയാട്ടിനും അതാകാമായിരുന്നല്ലോ. ശ്രീ സജി നന്ദിയാട്ട്, അല്ലല്ല, ഒരു നിമിഷം. ശ്രീ സജി നന്ദിയാട്ട് ഇങ്ങനെ തുടർച്ചയായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ശരിയാണ്, 8ാം പ്രതി ദിലീപ്, ശ്രീ സജി നന്ദിയാട്ട്, ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോ ദിലീപ് അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ, പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. കേരളത്തിൽ പോലീസ് കണ്ണു കെട്ടി സുപ്രഭാതത്തിൽ പ്രതി ചേർക്കുന്നതാണോ? അപ്പൊ ഒരാൾ പ്രതി ചേർക്കപ്പെടുമ്പോ അതെന്തുകൊണ്ട് എന്ന കാര്യം അദ്ദേഹത്തിനെതിരായി വരുന്ന മൊഴികൾ ചർച്ച ചെയ്യപ്പെടില്ലേ? എന്തേ? ഹലോ, ഞാൻ ചോദിക്കട്ടെ, മാധു സജിയോടാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം ഡിഗ്രി ഉള്ളവരാണല്ലോ, പൊതുബോധം കേൾക്കട്ടെ, പൊതുജനം കേൾക്കട്ടെ. ഒരാളെ കള്ളക്കേസ് കൊടുക്കാൻ പോലീസിന് എന്നാ നിയമം വേണം, എന്നാ നേരം വേണം?